നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഗൂഗിൾ ക്രോമിലൊക്കെ പലപ്പോഴും അശ്ലീലപരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ഗൂഗിളിൽ വരാറുണ്ട്. പല ആളുകളും ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ചുപോയി, നമ്മുടെ വാട്സപ്പിൽ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകന്മാരോ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണോ നമ്മൾ മൊബൈൽ ഫോൺ വെച്ച് പോയത് അവിടുന്ന് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ആ ലോക്ക് സ്ക്രീനിൽ വെച്ച് തന്നെ മെസ്സേജൊക്കെ വായിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ നാണക്കേടിലാകുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ലോക്ക് സ്ക്രീനിൽ വെച്ച് നമ്മുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ വായിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വാട്സപ്പ് എന്നല്ല, നിങ്ങൾക്ക് ഏത് ആപ്പിലെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ആർക്കും വായിക്കാൻ സാധിക്കില്ല. മൊബൈൽ സ്ക്രീനിൻ്റെ ലോക്ക് തുറന്നാലേ വായിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയാലും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആരും വായിക്കില്ല. അപ്പോൾ അതിന് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതുപോലെ കൃത്യമായിട്ട് ചെയ്തു വെക്കുക. അതിനകത്ത് നമ്മൾ 1-2 സെറ്റിങ്സുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം നാണക്കേടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ സെറ്റിങ്സിൽ തന്നെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ലോക്ക് സ്ക്രീൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള സെറ്റിങ്സ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ്, അതായത് ഏത് ആപ്പിൽ നിന്നാണ് വന്നതെന്നും അതിനകത്തുള്ള നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് മെസ്സേജ് മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇതിലാണ് ഓണായി കിടക്കുന്നത്. ഇത് നമുക്ക് നാണക്കേടാണ്, ആരെങ്കിലും നമ്മുടെ മെസ്സേജ് വായിക്കും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ഷോ ആപ്പ് ഓൺലി എന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ഐക്കൺ മാത്രം കാണിക്കും. അതായത് വാട്സപ്പിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നതാണ് എന്നറിയാമെന്നല്ലാതെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വായിക്കാൻ സാധിക്കില്ല. അതായത് ആപ്പിൻ്റെ ഐക്കൺ മാത്രം കാണിക്കുള്ളൂ. അതാണ് ഷോ ആപ്പ് ഓൺലി എന്നുള്ളത്. വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഏതിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇനി അതും വേണ്ട എന്നാണെങ്കിൽ മൂന്നാമത്തെ ഡു നോട്ട് ഷോ, അതായത് ഒരു ഐറ്റവും നമുക്ക് കാണണ്ട. ഏത് ആപ്പിൽ നിന്നാണോ നോട്ടിഫിക്കേഷൻ വന്നതെന്നും എന്താണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നും കാണേണ്ട എന്നാണെങ്കിൽ ഇവിടെ അവസാനം കാണുന്ന ഡു നോട്ട് ഷോ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് അത്തരത്തിൽ നോട്ടിഫിക്കേഷൻസ് വരില്ല. കൂടെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിനകത്തൊരു സെറ്റിങ്സ് കൂടെ ഉണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് വന്ന് ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. ഈ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ആപ്പ് ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫിംഗർ ലോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ, ഫിംഗർ ലോക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ ഫിംഗർ പിൻ ലോക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക് ഫിംഗർ ലോക്ക് കൊടുക്കുക. ഓർക്കുക, ഫിംഗർ ലോക്ക് സൗകര്യമുള്ള മൊബൈൽ ഫോണിലാണ് ഈ സൗകര്യമുള്ളത്. അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. അതായത് ഈ ഫിംഗർ ലോക്ക് നമ്മൾ ഓൺ ചെയ്തു. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഷോ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന്, ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഫിംഗർ ലോക്ക് മുകളിൽ കാണുന്ന ഫിംഗർ ലോക്കും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഫിംഗർ ലോക്കിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അത്തരത്തിൽ കണ്ടൻറ്റ് കാണിക്കുകയുമില്ല. അതായത് വാട്സപ്പിനകത്തും ഈ ഒരു സെറ്റിങ്സിൻ്റെ സൗകര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.